നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ എന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കായിക പ്രേമികളെ ഒരേ സമയം ആനന്ദ കണ്ണീരിലും ആഴമേറിയ ദുഃഖത്തിലും ആഴ്ത്തുന്ന ഒരു വികാരമാണ്. വിജയത്തിൻ്റെ കൊടുമുടി കയറുന്ന ഏതാനും പേർ ചരിത്രത്താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ അതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും കനക കിരീടത്തിൽ ഒരു മുത്തമിടാൻ കഴിയാതെ പോയ ഒട്ടനവധി പ്രതിഭകളുടെ വിലാപങ്ങളും ഈ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലുണ്ട്. കളി മികവ് കൊണ്ടും പ്രതിഭ കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച പല ഇതിഹാസങ്ങൾക്കും ലോകകപ്പ് വേദി പലപ്പോഴും സമ്മാനിച്ചത് കണ്ണീരും നിർഭാഗ്യവും മാത്രമായിരുന്നു. ഫുട്ബോൾ ചരിത്രം ഈ അത്ഭുത പ്രതിഭകളെ നിർഭാഗ്യവാന്മാർ എന്ന് വിളിച്ച് മാറ്റി നിർത്തുമ്പോഴും അവശേഷിക്കുന്ന ചില കറുത്ത അധ്യായങ്ങൾ ലോകകപ്പിൻ്റെ തിളക്കത്തിന് പിന്നിലെ വലിയ യാഥാർത്ഥ്യങ്ങളാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി ഫുട്ബോൾ ലോകം ഇന്നും വാഴ്ത്തുന്നത് ഹംഗറിയുടെ ഇതിഹാസ താരം ഫെറങ് പുഷ്കാസിനെയാണ്. 1950കളുടെ ആദ്യ പകുതിയിൽ ലോക ഫുട്ബോളിനെ ഭയപ്പെടുത്തിയ മാന്ത്രിക മഗ്യാറുകൾ എന്ന ഹംഗേറിയൻ ടീമിൻ്റെ നായകനായിരുന്നു അദ്ദേഹം. 1954 സ്വിറ്റ്സർലൻഡ് ലോകകപ്പിലേക്ക് അവർ എത്തിയത് തുടർച്ചയായ 4 വർഷത്തെ പരാജയമറിയാത്ത കുതിപ്പുമായിട്ടായിരുന്നു. ടൂർണമെൻറ്റിലുടനീളം എതിരാളികളെ ഗോളുകളിൽ മുക്കിയ ഹംഗറി ഫൈനലിൽ പശ്ചിമ ജർമ്മനിക്കെതിരെ കളിയുടെ ആദ്യ 8 മിനിറ്റിൽ തന്നെ 2 ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ബേണിലെ അത്ഭുതം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച മത്സരത്തിൽ ജർമ്മനി 3 ഗോളുകൾക്ക് തിരിച്ചടിച്ച് കിരീടം സ്വന്തമാക്കുകയായിരുന്നു. പരിക്ക് വകവയ്ക്കാതെ കളിച്ച പുഷ്കാസ് മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ നേടിയ സമനില ഗോൾ ഓഫ് സൈഡ് എന്ന് വിധിച്ച് റഫറി നിഷേധിച്ചപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുവർണമായ തലമുറയ്ക്ക് ലോകകപ്പ് ഇല്ലാതെ മടങ്ങേണ്ടി വന്നു. മറ്റൊരു വലിയ നിർഭാഗ്യത്തിൻ്റെ കഥ പറയാനുള്ളത് ടോട്ടൽ ഫുട്ബോളിൻ്റെ ഉപജ്ഞാതാവായ നെതർലൻഡ്സിൻ്റെ ഹെൻറിക് ജോഹാൻ ക്രൈഫ് എന്ന യോഹാൻ ക്രൈഫിൻ്റെതാണ്. ഫുട്ബോൾ കളിയിലെ തന്ത്രങ്ങളെയും ചിന്തകളെയും തന്നെ മാറ്റിമറിച്ച ക്രൈഫിന് പക്ഷേ ലോകകപ്പ് കിരീടമെന്നത് ഒരു കിട്ടാക്കഞ്ഞിയെ അവശേഷിച്ചു. 1974 ലോകകപ്പിൽ നെതർലാൻഡ്സിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ ക്രൈഫ് വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ടോട്ടൽ ഫുട്ബോളിൻ്റെ മനോഹരതയുമായി ലോകം കീഴടക്കാൻ ഇറങ്ങിയ ഡച്ചുകാർ ഫൈനലിൽ പശ്ചിമ ജർമ്മനിയോട് പരാജയപ്പെടുകയായിരുന്നു. കേവലം ഒരു കിരീടമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ക്രൈഫിൻ്റെ മഹത്വം കുറയുന്നില്ല എങ്കിലും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യമായി ഡച്ച് പരാജയങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. പിന്നീട് 1978 അവർ ഫൈനലിൽ തോറ്റതോടെ ലോകകപ്പിലെ നിത്യഹരിത നിർഭാഗ്യവാന്മാർ എന്ന പേര് ഡച്ച് പടയ്ക്ക് സ്ഥിരമായി ലഭിച്ചു. ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കളിച്ച ടീം ഏതെന്ന ചോദ്യത്തിന് 1982 ടീം എന്നാണ് ഭൂരിഭാഗം ഫുട്ബോൾ പണ്ഡിതന്മാരും ഉത്തരം നൽകുക. ആ ടീമിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു വെളുത്ത പെലെ എന്നറിയപ്പെട്ടിരുന്ന സീക്കോ. സോക്രട്ടീസ്, ഫാൽക്കോവ, സീക്കോ എന്നിവരടങ്ങിയ ബ്രസീലിയൻ മധ്യനിര ലോകത്തെ ഏത് പ്രതിരോധത്തെയും തകർക്കാൻ പോകുന്നതായിരുന്നു. മനോഹരമായ പാസിങ്ങും ആക്രമണ ശൈലിയും കൊണ്ട് അവർ ആരാധകരുടെ മനം കവർന്നു. എന്നാൽ രണ്ടാം റൗണ്ടിൽ ഇറ്റലിയുടെ പോളോ ട്രോസിയുടെ അവിശ്വസനീയമായ ഹാട്രിക്കിന് മുന്നിൽ ബ്രസീൽ അപ്രതീക്ഷിതമായി തകരുകയായിരുന്നു. കിരീടം നേടാൻ എല്ലാ യോഗ്യത ഉണ്ടായിരുന്നിട്ടും നിർഭാഗ്യം കൊണ്ട് മാത്രം പുറത്തു പോകേണ്ടി വന്ന സീക്കോയും സംഘവും ലോകകപ്പിലെ ഏറ്റവും വലിയ നോവായി ഇന്നും അവശേഷിക്കുന്നു. ഒരു ഒറ്റപ്പെട്ട നിമിഷം കൊണ്ട് ലോകകപ്പ് ചരിത്രത്തിൽ നിർഭാഗ്യവാനായി മാറിയ താരമാണ് ഇറ്റലിയുടെ ഇതിഹാസം റോബർട്ടോ ബാജിയോ. 94 അമേരിക്കൻ ലോകകപ്പിൽ ഇറ്റലിയെ ഒറ്റയ്ക്ക് ഫൈനൽ വരെ ചുമലിലേറ്റിയത് ബാജിയോ എന്ന മാന്ത്രികനായിരുന്നു. നോക്കൌട്ട് മത്സരത്തിൽ ഇറ്റലി നേടിയ നിർണായക ഗോളുകളെല്ലാം ബാജിയോയുടെ ബൂട്ടിൽ നിന്നായിരുന്നു പിറന്നത്. എന്നാൽ ബ്രസീലിനെതിരെയുള്ള ഫൈനൽ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയപ്പോൾ ഇറ്റലിയുടെ ആ അവസാന കിക്കെടുക്കാൻ എത്തിയത് ബാജിയോ ആയിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ നിമിഷത്തിൽ ബാജിയോ തൊടുത്ത പന്ത് ക്രോസ് ബാറിന് മുകളിലൂടെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഇറ്റലി ലോകകപ്പ് കൈവിട്ട ആ നിമിഷത്തിൽ തല കുനിച്ച് നിന്ന ബാജിയോയുടെ ചിത്രം ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളൊന്നായി മാറി. ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായിരുന്നിട്ടും ഒരു പെനാൽറ്റി പിഴവ് അദ്ദേഹത്തെ നിർഭാഗ്യവാന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലെത്തിച്ചു. ആധുനിക ഫുട്ബോളിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗൽ ഇതിഹാസത്തിൻ്റെ പേരും ഈ പട്ടികയിൽ ചേർത്ത് വയ്ക്കേണ്ടി വരും. ക്ലബ്ബ് ഫുട്ബോളിലെ എല്ലാ കിരീടങ്ങളും വ്യക്തിഗത പുരസ്കാരങ്ങളും യൂറോകപ്പും സ്വന്തമാക്കിയ റൊണാൾഡോയ്ക്ക് തൻ്റെ 5 ലോകകപ്പ് പങ്കാളിത്തങ്ങളിലും കനക കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ കളിച്ച 2022 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായപ്പോൾ കണ്ണീരോടെ ടണലിലൂടെ കടന്നുപോയ റൊണാൾഡോയുടെ ദൃശ്യം ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ച് ഉലയ്ക്കുന്നതായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നിട്ടും ലോകകപ്പ് കിരീടം എന്ന സ്വപ്നം നിലവിൽ അദ്ദേഹത്തിന് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. താരങ്ങൾ മാത്രമല്ല, ചില സുവർണ തലമുറകൾ തന്നെ ലോകകപ്പിൽ നിർഭാഗ്യത്തിൻ്റെ ഇരകളായിട്ടുണ്ട്. ഒട്ടനവധി ലോകോത്തര താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റ ലോകകപ്പ് ഫൈനൽ പോലും കളിക്കാൻ കഴിയാതെ പോയ ബെൽജിയത്തിൻ്റെ സുവർണ തലമുറയും ഇതിന് ഉദാഹരണമാണ്. ഈഡൻ ഹസാർഡ്, കെവിൻ ഡിബ്രൂയിന, റൊമേലു ലുക്കാക്കു തുടങ്ങിയ പ്രതിഭകൾ ഉണ്ടായിട്ടും അവർക്ക് 3ാം സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു. ഫുട്ബോളിൽ ഭാഗ്യവും നിർഭാഗ്യവും കളിയുടെ തന്നെ ഭാഗമാണെന്ന് ചില ചരിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കിരീടം നേടിയവർ മാത്രം ഓർമ്മിക്കപ്പെടുന്ന കാലത്ത് കപ്പ് നേടിയില്ലെങ്കിലും തങ്ങളുടെ കളി മികവ് കൊണ്ട് ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഈ നിർഭാഗ്യവാന്മാർ എന്നും ലോകകപ്പ് ചരിത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ്.
വെബ് ഡെസ്ക് തത്വമൈ TV.